സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കി സകല വിദ്യ അതിപൂജിത ശ്രീഗണനാഥ സിന്ദൂരവർണ്ണ കഴിഞ്ഞ് പിന്നെന്തായിരുന്നു സിദ്ധചാരണ ഗണസേവിത കഴിഞ്ഞ് ഇനി അതിൻ്റെ ഒരു ഭാഗമാണ് സകല വിദ്യ പഠിക്കുക. ഒക്കെ പ്ലെയിനാണേ, ഇതെന്താ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒന്നും വിചാരിക്കണ്ട. അതൊക്കെ അങ്ങനെ ഉണ്ടാകുക. പ്ലെയിനായി പഠിക്കണം. പ്ലെയിനായി പഠിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് കഴിവ് കിട്ടും. സംഗതി പാടിത്തരും ഞാൻ, സംഗതി വേറെ ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് എനിക്ക് പാടാൻ വലിയ പ്രശ്നമില്ല. അപ്പം നിങ്ങൾ എന്നിട്ട് കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവരുണ്ടാവും സംഗീതത്തിൽ. അവർക്ക് ഈ സംഗതി പഠിക്കാൻ വേഗം കഴിയും. അത് അവർക്ക് ദൈവം കൊടുത്ത കഴിവല്ലേ. നമ്മൾക്കുള്ള കഴിവ് തന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് 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 നമ്മളത് നേടിയെടുക്കും. അത്രയേ ഉള്ളൂ. ആർക്കും കഴിവില്ല എന്നൊന്നുമില്ല, എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷെ അതിനൊരു ഓരോരുത്തർക്കും ഇത്ര ശതമാനം ഉണ്ട്. അത് നമ്മൾ കൂട്ടിയെടുക്കുക. അത് നമുക്ക് വിട്ടു തന്നതാണ്. അതിലിട്ട് കളിക്കണം നമ്മൾ, എന്നാൽ കിട്ടും. അല്ലാതെ ഒന്ന് കയ്യിൽ നിന്ന് അറിയാണ്ട് മീൻ പിടിച്ച് കളിക്കുന്നത് അത് പറ്റൂല. നമുക്ക് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് നേടിയെടുക്കാം. ഞാനൊക്കെ അങ്ങനെ നേടിയെടുക്കുക. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു പാട്ട് പഠിക്കുകയും ഫിലിം സോങ് ഒക്കെ പഠിപ്പിക്കണം. ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. കംപ്ലീറ്റ് സ്വരസ്ഥാനങ്ങളൊക്കെ തയ്യാറാക്കി ക്ലിയറാക്കി കൺഫേം ആക്കി വീണ്ടും 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 കൺഫേം ആക്കി തെറ്റ് അറിഞ്ഞുകൊണ്ടൊരു തെറ്റുമ്പോൾ വരരുതല്ലോ. അതുകൊണ്ട് അത്രയും കൺഫേം ആക്കിയിട്ടുണ്ട് തരുന്നത്. അതാണ് പറഞ്ഞത്, ധൈര്യമായിട്ട് പഠിച്ചോളി നടന്നത്. ഒന്നും വരില്ല. അത്ര മൈനോട്ടായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് ഞാൻ ഓരോരോ പാട്ടും. ഇനി കുറച്ച് കാലം കൂടി ഗീതത്തിലേക്ക് കിടക്കാം. അപ്പം ആരോഹണം, മലഹരി രാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ താളം, രൂപകം 12 മാത്ര ഒക്കെ പറഞ്ഞു തന്നാൽ ഒന്നുകൂടി പറയാം. അപ്പോ ആരോഹണം അവരോട് ഒന്നുകൂടി പാടാം. നന്നായില്ലാതൊന്നുമില്ല പാടുന്നത്. ക്ഷമ ക്ഷമ കിട്ടട്ടെ. പോരെ, മനസ്സിലായില്ലേ? നന്നാക്കാൻ വിചാരിച്ചാൽ നന്നാവും. അപ്പം രണ്ടടി ഒരു വീശ്, 2 സ്വരത്തിന് ഒരടി, അങ്ങനെ 6 സ്വരം 6 സ്വരം 12 സ്വരം. 6 സ്വരത്തിൽ മപ്പ ദസ സരി ബാറടു രീ സ ദ പ മപ്പ അങ്ങനെയാ പോകുന്നത്. ബാറ് എന്ന് പറഞ്ഞാൽ സ്ലാഷ്, ഡാഷ് എന്ന് പറയുമ്പോൾ ഹൈഫൺ. ഞാൻ ഡാഷ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞോളൂ, നിങ്ങളിത് കാണണം. മപ്പ ദസ സരി സകല വിദ്യ പോരെ. മപ്പ ദസ സരി സകല വിദ്യ രീ സ ധ പ മ പ ആദി പൂജിത രീ സ ധ പ മ പ ആദി പൂജിത. ഒന്നൊരു പാടിത്തരാം. മ പ ധ സ സരി സകല വിദ്യ രീ സ ധ പ മ പ ആദി പൂജിത. ഞാനത് വായിക്കുകയും ചെയ്യുന്നുണ്ട്, ഇത് പാടുകയും ചെയ്യുന്നുണ്ട്. പാടുന്നുണ്ട് വായിക്കുന്നുണ്ട്, 2 ഗുണം എനിക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങളത് പഠിക്കണം, ഹാർമോണിയം പഠിക്കണം. മനസ്സിലായില്ലേ? ഇല്ല, ഓർഗൻ പഠിച്ചാലും മതി വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ട്. അപ്പം കൊടുത്തും നമുക്ക് കുറച്ചുകൂടി സ്വരസ്ഥാനങ്ങൾ ശരിയായി വരും. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു എന്താ പറയുക, നമ്മളെന്തോ ഒരു ചൊല്ല് പറയാണ്ട്, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ മാതിരിയാണ്. ഒരു സംഗതി ചെയ്യുമ്പോൾ 2 കാര്യങ്ങളോട് ഇത് വരികയാണെങ്കിൽ പഠിക്കാം. സകല വിദ്യ രീ സ ധ പ മ പ ആദി പൂജിത
ഹാർമോണിയം ഉണ്ട്, ചാനൽ ഇറക്കിയിട്ടുണ്ട് ഞാൻ. കൂടുതൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് അത് കുറച്ച് നോട്ട്സ് തരും ഞാൻ, കുറേ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, അത് കണ്ട് പഠിച്ചാൽ മതി കേട്ടോ. അടുത്തത് രേ മാ പ ധ മാ പ സർവോത്തമ സർവോത്തമ രേ മാ പ ധ മാ പ സർവോത്തമ രേ മാ പ ധ മാ പ സർവോത്തമ. അടുത്തത് തേ നമോ നമോ ധ പ മ ഗ രേ സ തേ നമോ നമോ ധ പ മ ഗ രേ സ തേ നമോ നമോ. അപ്പൊ സർവോത്തമ തേ നമോ നമോ ഒന്നുകൂടി പാടിത്തരാം. രേ മ പ ധ മ പ ധ പ മ ഗ രേ സ സർവോത്തമ തേ നമോ നമോ രേ മ പ ധ മ പ ധ പ മ ഗ രേ സ സർവോത്തമ തേ നമോ നമോ സ രേ മ ഗ രേ ലംബോദര സ രേ ഗ രേ സ ലേ കു മി ഗ ര രേ മ പ ധ മ പ അം വ സു ദ ധ പ മ ഗ രേ സ ആമ ര വേ രു ദ സ രേ മ ഗ രേ ലംബോദര സ രേ ഗ രേ സ ലേ കു മി ഗ ര. ഇത് കഴിഞ്ഞ് പഠിക്കുന്നത്, ഇത് കഴിഞ്ഞാല് നിങ്ങൾക്ക് മഹേശ്വര ഗീതം വരും. മഹേശ്വരൻ എന്ന് പറഞ്ഞാല് ശിവന്റെ. ഇപ്പൊ അത് ഗണപതി കീർത്തന നമ്മളിപ്പം അല്ല ഗീതാണ് പാടിയത്. ഇനി മഹേശ്വര ഗീതം കുന്ത ഗൗര ഗൗരി വരാന്ന് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് വിഷ്ണു ഗീതം വരും, പദ്മനാഭ. പിന്നെ സരസ്വതി കീർത്തനുണ്ട്, പരവീണ. അങ്ങനെ ഗീതങ്ങൾ കൊണ്ടുമ്പോൾ ഒന്ന് നിറയ്ക്കണം. എന്തേ, നിങ്ങൾ കുറച്ച് ഗീതവും പഠിക്കും. ഹിന്ദുസ്ഥാനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഒക്കെ പറയുന്നുണ്ട്, ക്ലാസ്സും കാര്യവും തിരക്കും ആയിട്ടാണ്, ഒന്നും വിചാരിക്കരുത്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് യോഗേന്റെ ശബ്ദമില്ലായ്മ ഉണ്ടെങ്കിൽ യോഗേന്റെ ഫങ്ഷൻസ് കുറെ സാധനങ്ങൾ സംഭവങ്ങളുണ്ട്, അത് പറഞ്ഞുതരും. നിങ്ങളെന്താ വിചാരിച്ച് എല്ലാം ഞാൻ പറഞ്ഞുതരും. യോഗേന്റെ മാഷും കൂടിയാണ് ഞാൻ കേട്ടോ. ഉണ്ണിരാം മാഷ ശിഷ്യനാണ്. പതഞ്ജലി യോഗ റിസർച്ച് സെന്ററിലെ ഉണ്ണിരാം മാഷ് ഉണ്ട്, ആചാര്യൻ. ആ ആചാര്യൻ എൻ്റെ അടുത്ത് നിന്ന് പാട്ട് പഠിക്കലുണ്ട്, കുറെ കാലം പാട്ട് പഠിച്ചതാണ്. അവിടുത്തെ എല്ലാ സംഗീത കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും എന്നെ തന്നെ ഏൽപ്പിച്ച്. ഇപ്പൊ കുറച്ചായിട്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല, തിരക്ക് കാരണം. എന്നാലും ഇത് ഈ അടുത്ത് 2 ആഴ്ച മുന്നേ മാഷ് അവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ, പണ്ട് അവിടെ ഞാൻ ഇൻവോൾവ്ഡ് ആയിരുന്നു. ഇപ്പൊ എനിക്കത് കഴിയുന്നില്ല. അപ്പൊ പതഞ്ജലി യോഗ ഉണ്ണിരാം മാഷ് ഒരു ശിഷ്യനാണ് ഞാൻ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ശബ്ദത്തിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും. പിന്നെ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉരവേദന, തൈറോയിഡിൻ്റെത്, അങ്ങനെ പല രോഗങ്ങളുണ്ടാവും, നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. എന്നോട് ചോദിച്ചാൽ അത് ഞാൻ എനിക്ക് ഡൗട്ടുള്ള കാര്യം എൻ്റെ ഗുരുനാഥനായ ഉണ്ണിരാമ മാഷോട് ചോദിച്ചിട്ട് പറഞ്ഞ് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നിട്ട് ക്ലിയർ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ പറഞ്ഞു തരുള്ളൂ. കാരണം ഒരിക്കലും നമുക്ക് തെറ്റ് വരാൻ പാടില്ല. ഇപ്പം നാഡീശുദ്ധി ഒക്കെ ഉണ്ട്, അത് പല രീതി ചെയ്യുന്നവരുണ്ട്. അതൊരു ഗുരുനാഥന്റെ കീഴിൽ അല്ലാണ്ട് അത് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. യോഗേന്റെ എല്ലാം ഒരു ധനുരാസനം ഉണ്ട്, ഇങ്ങനെ നിൽക്കും മില്ല് പോലെ. അത് ബുക്ക് നോക്കി ചെയ്യോ, ബുക്ക് നോക്കിയിട്ടോ നമ്മൾ വീഡിയോ കണ്ടിട്ട് മൊബൈലിൽ കണ്ട് ചെയ്യോ ചെയ്താൽ ഈ ഒരിക്കലും പഠിക്കാത്ത ഒരു വ്യക്തി എന്താ ചെയ്യുക? ധനുരാസനം കണ്ടത് ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ കമഴ്ന്ന് കിടന്ന് കാലും പിടിച്ച് തലയും പിടിച്ച് ഒറ്റ പൊക്കലായിരിക്കും. ആദ്യം അവസാനം പിന്നെ ആ യോഗ അവൻ കിടപ്പിലായിപ്പോ. അതുകൊണ്ട് ബുക്ക് നോക്കി ഒരിക്കലും ചെയ്യരുത്. ഒരു ഗുരുനാഥന്റെ കീഴിലല്ലാണ്ട്, ശിക്ഷണത്തിലല്ലാണ്ട് യോഗ, സംഗീതം എന്തായാലും പഠിക്കരുത്. നമ്മൾ അതിൽ ഡിസോർഡർ ആയിപ്പോവും, പിന്നെ ഭയങ്കര പ്രയാസം വരും.
ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം നമ്മൾ. അപ്പം അതാ ഞാൻ പറഞ്ഞ മാഷോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ഡൗട്ട് എന്നോട് പറയാം, ഏത് രോഗത്തിൻ്റെ എന്ത് പ്രശ്നമാണെങ്കിലും. കാരണം എല്ലാം എനിക്കറിയാം, ഒരുവിധ കാര്യങ്ങളൊക്കെ മാഷ് പറഞ്ഞതാണ്. വിജയരാം മാഷി ശിഷ്യനാണ്. സത്യാനന്ദ യോഗ റിസർച്ച് സെൻ്ററിലെ വിജയരാഘവ മാഷുണ്ട്, അദ്ദേഹത്തിന് ശിഷ്യനാണ് ഞാൻ. ഇതൊക്കെ പറയണ്ട, കാരണം എന്തിനാന്നൊക്കെ പറയുന്നത്, അത്രയും ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക. കാരണം ഇതിൻ്റെ പിന്നിൽ ഇത്രയും ബലമുള്ള ഗുരുനാഥന്മാരുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാം ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ വളരെ ക്ഷമയോടെ, വിനയത്തോടെ, ബഹുമാനത്തോടെ പഠിക്കുക. ശരി.